ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനായുള്ള ഉപഭോക്തൃ പട്ടികയിൽ പാകപ്പിഴ. 388 കുടുംബങ്ങൾ ഉൾപ്പെട്ട ഗുണഭോക്താക്കളുടെ ആദ്യ പട്ടികയിൽ പാകപ്പിഴ ചൂണ്ടിക്കാട്ടി മേപ്പാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധം നടന്നു. ചിലരുടെ പേര് പട്ടികയിൽ ഉൾപ്പെടാത്തതും ചിലരുടെ പേര് ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ചതും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. ഒരു വാർഡിൽ മാത്രം 70 ഡബിൾ എൻട്രിയാണ് വന്നത്. പട്ടികയിൽ പരാതിയുണ്ടെങ്കിൽ ജനുവരി 10-നുള്ളിൽ അറിയിക്കണമെന്ന് കളക്ടറേറ്റ് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥിനിയെ ക്ലാസ് മുറിയിൽ വെച്ച് പാമ്പ് കടിച്ച സംഭവം അന്വേഷണത്തിന് ഉത്തരവിട്ട് വിദ്യാഭ്യാസ മന്ത്രി. അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശം നൽകി. നെയ്യാറ്റിൻകര ചെങ്കൽ സ്കൂളിലെ ക്രിസ്തുമസ് ആഘോഷത്തിനിടെ പാമ്പ് കടിയേറ്റ കുട്ടി നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. സഹകരണ സൊസൈറ്റിക്ക് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കിയ സംഭവം പ്രതിക്കൂട്ടിൽ CPIM. സംഭവത്തിൽ CPIM മുൻ ഏരിയ സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മരിച്ച സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. 17 വർഷത്തെ സമ്പാദ്യമാണ് CPIM നിയന്ത്രണത്തിലുള്ള ബാങ്കിൽ നിക്ഷേപിച്ചത്. പലപ്പോഴും കരഞ്ഞ് ബാങ്കിൽ നിന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. അതുപോലെ തങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടെന്ന് മേരിക്കുട്ടി വ്യക്തമാക്കി. മദ്യനയ അഴിമതി കേസ് കെജ്രിവാളിന് വീണ്ടും ED കുരുക്ക്. കേസിൽ അരവിന്ദ് കെജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയിൽ നിന്ന് ED അനുമതി നേടി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മദ്യനയ അഴിമതി കേസിൽ പുതിയ വഴിത്തിരിവുണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി കുവൈറ്റിലേക്ക് തിരിച്ചത്. കുവൈറ്റിലെ ഉന്നത ഭരണ നേതൃത്വവുമായി നരേന്ദ്രമോദി ചർച്ചകൾ നടത്തും. ഇന്ത്യക്കാർ താമസിക്കുന്ന ലേബർ ക്യാമ്പുകൾ സന്ദർശിക്കും. അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രതിരോധ വ്യാപാര മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കരാറുകൾ ഉണ്ടായേക്കും. 43 വർഷത്തിനിടയിൽ ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. MTയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുവെന്നും കൈകാലുകൾ ചലിപ്പിക്കാൻ സാധിച്ചെന്നുമാണ് ഡോക്ടർമാർ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്നലത്തേതുപോലെ മാറ്റമില്ലാതെ തുടരുകയാണ്. ഓക്സിജൻ മാസ്കിന്റെയും മറ്റും സഹായത്തോടെ MT ICUവിൽ തുടരുകയാണ്. വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം MTയുടെ ആരോഗ്യസ്ഥിതി നിരീക്ഷിച്ചു വരികയാണ്. റഷ്യക്കെതിരെ യുക്രൈൻ ആക്രമണം. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയിൽ നിന്ന് 800 കിലോമീറ്റർ അകലെയുള്ള കസാനിലാണ് യുക്രൈനിന്റെ ഡ്രോൺ ആക്രമണം നടന്നത്. കസാനിലെ ബഹുനില കെട്ടിടങ്ങളിലേക്ക് യുക്രൈൻ ഡ്രോൺ ഇടിച്ചുകയറുന്ന വീഡിയോ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടു. കസാനിൽ യുക്രൈനിന്റെ 8 ഡ്രോണുകൾ ആക്രമണം നടത്തിയതായി റഷ്യ സ്ഥിരീകരിച്ചു. സംഭവത്തിൽ കസാൻ വിമാനത്താവളത്തിൽ നിന്നുള്ള സർവീസുകൾ നിർത്തിവെച്ചു. അതേസമയം റഷ്യ കഴിഞ്ഞ ദിവസം 113 ഡ്രോണുകൾ അയച്ചെന്ന ആരോപണവുമായി യുക്രൈനും രംഗത്തെത്തി. വിജയ് ഹസാരെ ട്രോഫിയിൽ ചരിത്രം കുറിച്ച് പഞ്ചാബ് താരം അൻമോൽ പ്രീത് സിംഗ്. ലിസ്റ്റ് A ക്രിക്കറ്റിൽ അതിവേഗത്തിൽ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരനായി താരം മാറി. അരുണാചൽ പ്രദേശിനെതിരെയുള്ള മത്സരത്തിൽ വെറും 35 പന്തുകൾ നേരിട്ടാണ് അൻമോൽ പ്രീത് സിംഗ് സെഞ്ചുറി നേട്ടത്തിലെത്തിയത്. 45 പന്തിൽ 12 4ഉം 9 6ഉം സഹിതം 115 റൺസുമായി അൻമോൽ പ്രീത് പുറത്താകാതെ നിന്നു. ആഭ്യന്തര ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ എക്കാലത്തെയും വേഗത്തിലുള്ള 3ാമത്തെ സെഞ്ചുറിയാണിത്.